ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അമ്മക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഞണ്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചുലർത്തുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തൊരു തക്കാളി വേണം, 5 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു 9 പച്ചമുളക് വേണം. ഇനി 2 കഷ്ണം ഇഞ്ചി വേണം. ഞാൻ 3 കഷ്ണം എടുത്തിട്ടുണ്ട്, പക്ഷേ 2 എടുക്കത്തുള്ളൂ കേട്ടോ. 2 കൈപ്പിടി നിറയെ ചുവന്നുള്ളി. ഇതെല്ലാം നമുക്ക് വേണ്ട വിധത്തിൽ ചതച്ചും അരിഞ്ഞും പെറുക്കിയും എല്ലാം വെക്കേണ്ടത് അങ്ങനെ ചെയ്യാം. അതിനുശേഷം അത് പിന്നീട് കാണിക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുണ്ട്. 50 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നൈസായിട്ട് നേർമയായിട്ട് അരിഞ്ഞ ആ ഒരു സവാളയെ ഇട്ട് കൊടുക്കണം. നല്ല നൈസായിട്ട് അരിയണം കേട്ടോ, എന്നാലേ ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടത്തുള്ളൂ. സവാള വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരുപാട് വളച്ച് നീട്ടാതെ ഞാൻ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നത് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കാതിരിക്കാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആ മാറ്റി വെച്ച ചുവന്നുള്ളി ഉണ്ടല്ലോ, 2 പിടുത്തം, അതിനെ നന്നായിട്ട് ചതച്ച് കൊണ്ടുവരണം. ഞാനിത് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നത്, ഒരുപാട് അരഞ്ഞു പോകും. അപ്പോൾ അരഞ്ഞു പോകുമ്പോൾ അതിന് വേറൊരു ചുവ വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 8-9 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇതിന് ഇച്ചിരി എരിവ് വേണം, ഒട്ടും എരിവില്ലാണ്ട് പറ്റൂല. ഈ പച്ചമുളകും കുരുമുളകിലുമാണ് നമ്മൾ ഇതിൻ്റെ എരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മുളക് പൊടിയൊന്നും ഇട്ട് ഒരുപാട് മസാലകളൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് ഇതിൻ്റെ ഞണ്ടിൻ്റെ തനതായ രുചി നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി മൂടി വെച്ച് മീഡിയം തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചല്ല എടുത്തേക്കുന്നത്, ഞാൻ ഇഞ്ചി ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ചതച്ച വെളുത്തുള്ളിയെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്, സവാള, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ലതുപോലെ തളരെ വാടണം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില ഇത്തിരി കൂടുതൽ ചേർക്കണം കറിക്ക്, എന്നാലും ഒരു തൃപ്തിയാവത്തുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മല്ലിപ്പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇത് നന്നായിട്ട് പൊടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇപ്പം തൽക്കാലം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നമ്മൾ പിന്നീട് ചേർക്കും. നന്നായി വഴറ്റിയതിന് ശേഷം ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ തക്കാളി അടിച്ചാണ്, അതായത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചാണ് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഒഴിക്കാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കും. അത് കാരണം കൊണ്ട് ഞാൻ അരിഞ്ഞാണ് ഈ പ്രാവശ്യം ഇട്ടേക്കുന്നത്. അത് കാരണം കൊണ്ട് ഭയങ്കര താമസം തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ. ഞണ്ടിനെ ഞാൻ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം തേങ്ങയുടെ 2ാം പാലും കുരുമുളകും ചേർത്ത് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലല്ല, ഞാൻ തേങ്ങയുടെ 2ാം പാലിലാണ് വറ്റിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി
തക്കാളി കുറച്ചൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആയി വരണം. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ഈ ഞണ്ടിനെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞണ്ട് ആ അരപ്പിനകത്ത് കിടന്നൊന്ന് ഇളകി മറിഞ്ഞ് വരട്ടെ. ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ എന്നിവ വേവിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. കാരണം ഞണ്ടിനും ചെമ്മീനും കൂന്തലിനും അതിൻ്റേതായ സ്വാദ് നമുക്ക് കിട്ടണമെങ്കിൽ, അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റേതായ സ്വാദ് നമുക്ക് കിട്ടണമെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കരുത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയുമാണ് ഇതിൻ്റെ ഒരു മെയിൻ പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1/4 പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വെന്ത് കുറുകി വരണം. ഈ വീഡിയോ ഇവിടം വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചൂണ്ടുവിരലൊന്ന് പതുക്കെ കൊണ്ടുപോയി ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുമോ. ഇനി ഈ ഞണ്ട് ഇവിടെ കിടന്നൊന്ന് തിളച്ച് കുറുകി ഒന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കറിവേപ്പില ഒന്നുകൂടെ വിതറി കൊടുക്കണം. ഇച്ചിരി കറിവേപ്പില കൂടുതൽ കിടന്നാൽ നമ്മുടെ വലിയ ദോഷമൊന്നുമില്ല, അത് ശരീരത്തിന് ഗുണമുള്ള കാര്യം തന്നെയാണ് ഈ കറിവേപ്പില. അപ്പോൾ ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മളൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തായിരുന്നു. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇച്ചിരി കൂടെ മിന്തി നിൽക്കണം, അതായത് ഇച്ചിരി മുന്നിൽ നിൽക്കണം. അപ്പോൾ ഞണ്ട് കറിയല്ല, ഞണ്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചുലർത്തിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് അഭിപ്രായം അറിയിച്ചേക്കണേ. നോക്ക്, നല്ല കൊഴുത്ത കുറുകിയ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.